ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നൊരു ശകലം വലിയ വീഡിയോ എന്ന് വെച്ചാൽ എന്നും 1 മിനിറ്റ് അല്ലേ 3-4 ദിവസമായിട്ട്. ഇന്ന് ഇച്ചിരി വലുതാ കേട്ടോ. എവിടെ പോയ ജോമസ്ഥല അവിടെ വീടൊക്കെ കാണിച്ചു. മഴക്കാറാണല്ലോ. പിടി ഇത് ഫോൺ പിടിച്ചേ. ഒരു 2 മാങ്ങാൻ പറിക്കും. അയ്യോ പെണ്ണ് അതിലൊക്കെ തള്ളിക്കണം. അവിടെ മാങ്ങയാ. ഞാൻ തിരിച്ചു വരുമ്പോ പറിച്ചോളാം. എന്നാ പാടില്ല. എന്റെ കൈയെത്തും ദൂരത്താണ് ഞാൻ പറിക്കും. വേണ്ടൊരു പൂച്ച. ഒരു കിളി. വെള്ളിയാഴ്ച വൈകിട്ടെടുത്ത വീഡിയോയാണ്. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവാണേ. പോയപ്പം മഴയില്ലായിരുന്നു. അയ്യോ പിടിച്ചാൽ മറ്റത്തില് പറയത്തില്ലേ കുഞ്ഞെന്ന് പറഞ്ഞ മൃഗഡോക്ടർ. അതാണോ? ഇവിടെ വേറെ മാവൊന്നില്ലേ കയ്യെത്തും ദൂരത്ത്? മറ്റേത് മതിലേക്കാണോ? എനിക്ക് ആ മറ്റേ കെട്ടൊന്നും കയറാമില്ല. പറക്കാം. അയ്യോ എനിക്ക് മുടിയില്ല. അയ്യോ അടയോ മസാല തെങ്ങ്. ഇതുവരെയൊക്കെ എന്ത് സൈക്കിൾ ഓടിച്ച് നടന്നിട്ടുള്ളതാണ്. ഓ മൈ ഗോഡ്. ഇവിടുത്തെ മരമൊക്കെ വെട്ടി ജോമസാല. വെറുതെ അല്ലേ ഇത്രയും. അയ്യാന്ന് കാശ് കൊടുത്തില്ല. ഇലയില്ല. മതി. പൊട്ടിച്ചൊളിഞ്ഞിരിക്കുന്ന പുകയമില്ല. അതൊന്നും ആർക്കും വേണ്ട. പുകയമില്ല എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ലീഫും വേണം. ഓ മൈ ഗോഡ് ആകാശം. കൈ പിടിച്ച് മണത്തില്ല. പിടി ഇതൊന്ന് പിടി. എനിക്ക് മറ്റേ കൈ വെച്ച് വീഡിയോ എടുക്കാം. ഓ വാ വേണ്ട ജോമസ. നമ്മൾ കുമ്മളയില്ല. ഇതുണ്ടോ ജോമസോളുടെ ഫോണിൽ ഇപ്പൊ എത്തും. നടന്നോണ്ടിരിക്കുക. ഓ ഇവിടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോളൂ. ഇപ്പോഴാണ് ലൊക്കേഷൻ കിട്ടിയേ. ഓട്ടോ കിട്ടുകയല്ല. ഒത്തിരി ഉണ്ടോ? ഇത് എവിടെ ആയിട്ട് വരും? പ്രാർത്ഥനയ്ക്ക് വേണ്ടി മക്രോണിയിലെ ഞങ്ങളിതാ ഇവിടെ ഈ താഴത്തെ അതിൽ ആ ചാപ്പലിൻ്റെ അതിൽ കയറത്തില്ലേ. അമ്പലത്തിൻ്റെ അല്ലേ? ആണോ? ബീന ബേക്കറിയുടെ അവിടെ ആണോ? അനു അമ്പലത്തിൻ്റെ പള്ളിയുടെ അവിടെ മേളി വഴി കയറണ്ടേ? ഞങ്ങൾ ഇതുവഴി ഷോർട്ട് കട്ടിൽ കൂടെ വരുന്നേ. പള്ളിയുടെ അവിടെ മേളി ആ മുക്കിന് വരണ്ടേ? പള്ളിയുടെ അവിടുന്ന് പള്ളി കഴിഞ്ഞിട്ട് ഇടത്തോട്ട്. ഓ അതിലേ വരണം. വന്നിട്ട് അപ്പം അതിലേ ആയിരിക്കും ഞങ്ങളിപ്പോൾ നടന്ന മേളിലോട്ട് കയറി വരുന്നത്. ഷോർട്ട് കട്ട്. അങ്ങനെയാണെങ്കിൽ എളുപ്പമായി. എൻ്റെ മുന്നേ കയറ്റം കയറേണ്ടി വരികയില്ലായിരിക്കും. വഴി ഒന്നുകൂടെ പറയാൻ പറ.
ആ ഞങ്ങൾ ഈ കണ്ടത്തിൻ്റെ അവിടെ നിന്ന് മേളിലോട്ടിങ്ങനെ വരുവാ. വീട്ടുപേര് വല്ലതും ഉണ്ടോ? ആ ആനത്താനത്തുനിന്ന് വരുമ്പം അത് അങ്ങ് പോകണ്ടേ, മക്രോണിക്ക് പോകുന്ന വഴി. അനുവിൻ്റെ വീടറിയാം. ഞങ്ങളിപ്പോൾ ഇതിലെ വന്നു കഴിഞ്ഞാൽ ചാപ്പലിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെ ഒരു കടയിരിപ്പുണ്ടല്ലോ മൂലയ്ക്ക്, അവിടെ കയറും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വരുന്ന മക്രോണിക്ക് പിന്നെയും പോകാൻ മെയിൻ റോഡിൽ കൂടി തന്നെ കടയുടെ അവിടെ നിന്ന് പോകണം. ആ പുറത്തൊന്ന് ഇറങ്ങി നിൽക്കും ആരേലും. ആ അത് പോയി. ഓക്കെ. അവിടെ ചുമസ്ഥലം വലിയ കയറ്റം. ചുമസ്ഥലം എങ്ങനെ കയറും? ഇത് സുരേഷ് പ്രഭുണ്ടാണോ? അവിടെ ബുൾഡോഗ് അവിടെ നിൽക്കും. അയ്യോ മഴയ്ക്ക് കുറെ എടുത്തില്ല. തിരിച്ച് ഓട്ടോ ഷിജു അവിടെ അടുത്തല്ലേ വിളിക്കാം. അയ്യോ കയറ്റം വലിക്കുകയല്ല, വലിയ കയറ്റം അടുത്ത്. അയ്യോ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് ആരണാണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കുമ്പം മരം, ആകാശം ഇതൊക്കെയാണ് എടുക്കുന്നത്. ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു ആരണ്ണെ, നമ്മളെ എടുക്കണം, നല്ല നല്ല റോഡ് കാണുന്ന പോലെയും നമ്മളെ കാണുന്ന പോലെ എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞു. ക്ഷമിക്കണം, ഇനി ശരിയാക്കാവേ. ഇത് കണ്ടോ കാണിക്കുന്നത്, ഇതാ പരിപാടി എപ്പോഴും. ഞാൻ അറിയുന്നില്ല, ഞാനോർക്കും മര്യാദയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്നോർത്താ ഇവനെ ഏൽപ്പിച്ചിട്ട് നടക്കുന്നത്. കാണിക്കുന്നുണ്ടോ? അങ്ങോട്ട് പോയപ്പോൾ മഴയേ ഇല്ലായിരുന്നു, മഴക്കാറായിരുന്നു. കുട എടുക്കാൻ മറന്നു, ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് കയറിയപ്പം ചാറാൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് എൻ്റെ പൊന്നോ കാറ്റും. അതിനകത്തിരുന്നുകൊണ്ട് അത്ര കാറ്റിൻ്റെ ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഓട്ടോ തിരിച്ചു വന്നപ്പം ഓട്ടോ വിളിച്ച് വന്നു കഴിഞ്ഞപ്പം ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഭയങ്കര എല്ലാവരുടെയും വീട് പറത്തുന്ന കാറ്റായിരുന്നെന്ന്. അവിടുന്ന് ലെഫ്റ്റിലോട്ട്. ആ എത്തി സ്ഥലം എത്തി. അതാ വീഡിയോ എടുക്കുന്നത്. വാവ്, എവിടെയാ? കണ്ടത്തിന്റെ അങ്ങോട്ട് പോണോ? പോണെങ്കിൽ അടിപൊളി. ഇതാണോ? അല്ലേ, ഇതാണോ? ശരിതാ. ഇത് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ 11 മണിയായി. ആരണ്ണ് 11 തൊട്ട് 12 വരെ ഇവിടെ അടുത്ത് ഇന്നലെ പ്രാർത്ഥനയ്ക്ക് പോയ സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാൽ മതി. വയലിൻ്റെ ക്ലാസ് ഉണ്ട്, അതിന് പോകാൻ ഓട്ടോ വെയിറ്റ് ചെയ്യുക. ഇന്ന് നമുക്ക് ചോറും പപ്പടവും മാമ്പഴ പുളിശ്ശേരി. ചന്ദ്രക്കാരൻ മാങ്ങ ലുലുമോളിൽ നിന്ന് വാങ്ങിച്ച 4 എണ്ണേ വാങ്ങിച്ചുള്ളൂ. 4 എണ്ണത്തിന് 46 രൂപ. എൻ്റെ പൊന്നോ എന്നാ വിലയല്ലേ. ഞാൻ ചന്തയിൽ പോക്ക് ഇപ്പോൾ കുറവായതുകൊണ്ടാണ്. ചന്തയിൽ പോവാണെങ്കിൽ ഇങ്ങനത്തെ എല്ലാം നമുക്ക്. ഇപ്രാവശ്യം കണ്ണിമാങ്ങയും കിട്ടിയില്ല. നാടൻ കിട്ടണം, നാടന് നല്ല വിലയാണ്. നാടൻ തന്നെ കിട്ടുകയും വേണം എനിക്ക്, അല്ലെങ്കിൽ കൊള്ളത്തില്ല. കണിമാങ്ങ അച്ചാറിട്ട പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ മണവും ടേസ്റ്റും വരത്തില്ല. പെട്ടെന്ന് അലുത്ത് അഴുക്കായി പോവുകയും ചെയ്യും. കല്ല് പോലെ ചുളുങ്ങി നല്ല കട്ടിയിലിരിക്കണ നാടൻ മാങ്ങ കിട്ടണം, അതിന് നല്ല വിലയാണ്. നമ്മൾ
വർഷത്തിലൊരിക്കലല്ലേ ഇത് കിട്ടുകയുള്ളൂ. അടുത്ത വർഷം വരെ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്ന. നമുക്ക് മാങ്ങയാണ് പെട്ടെന്ന് വാങ്ങിച്ച് അച്ചാറിടാൻ കിട്ടും, കണ്ണിമാങ്ങ കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ വില വാങ്ങിക്കുന്നത്. എല്ലായിടത്തും ഒറിജിനലായിട്ടുള്ള കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കുന്നതിന് വിലയുണ്ട്. ഞാൻ പാലായിൽ 1500 രൂപയ്ക്കാണ് വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, ഭരണിയുണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയതാണ് 5-6 വർഷമായിട്ട് ഞാൻ തന്നെ ഇടുന്നത്. 2018 മുതൽ 18 വരെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. 18 മുതൽ ഞാൻ തന്നെ ഇടുന്നത്. 8, 6, 14, 15 6-7 വർഷമായിട്ട്. അപ്പം ഒറിജിനൽ മാങ്ങ ഞാൻ നോക്കിയിരുന്നേ വാങ്ങിക്കത്തുള്ളൂ. കണ്ണിമാങ്ങ കോട്ടയം മാർക്കറ്റിൽ ചെന്നാൽ കിട്ടും കണ്ണിമാങ്ങ, പക്ഷേ അത് നാടനല്ല. അതിനൊക്കെ 200-250 രൂപയുള്ളൂ. പക്ഷേ ഇതിന് 10 നമ്മൾ ചോദിക്കുന്ന പൈസ കൊടുക്കണം. അപ്പം പിന്നെ അതിൻ്റെ സംഗതികളെല്ലാം നല്ലതായിട്ട് ചേർത്ത് നമ്മൾ ഉണ്ടാക്കണം. ഒരു വർഷത്തേക്ക് ഇരുന്ന് നല്ല ടേസ്റ്റിലായി കൊടുക്കുന്ന. ഒരു വർഷം ആകുമ്പോഴും അതിൻ്റെ നല്ല മണവും ടേസ്റ്റുമാണ്. എന്നിട്ട് പൈസ വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് കണ്ണിമാങ്ങയ്ക്കൊക്കെ ഇത്ര വിലയാണ്. അതിൻ്റെ ആ ഡിമാൻഡ് ഓർക്കുന്നില്ല, ചുമ്മാ അങ്ങ് പറയൂ. ഞാൻ പറയും എങ്കിൽ ശരി, വേണ്ട, മേടിക്കണ്ട, കൊടുക്കത്തില്ല. കെഞ്ചിയാൽ പിന്നെ കൊടുക്കത്തില്ല. അപ്പോൾ ഇന്ന് പപ്പടവും ഇതും ഇച്ചിരി നീണ്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഈ കട്ടിയുള്ള തൈരല്ലായിരുന്നു, ഇച്ചിരി നീണ്ടിരുന്ന തൈര്. അതുകൊണ്ട് അരപ്പ് ഞാൻ വെള്ളം ഒഴിക്കാതെ ശക്കലം വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പോലും ഇച്ചിരി നീണ്ടാണ്. സാരമില്ല, വലിയ കുഴപ്പമില്ല. ഉണ്ടോ? ഇതും പപ്പടവും പച്ചക്കുറിച്ചി വറുത്തതും. ഓക്കേ, നാളെ കാണാം. നാളെ സൺഡേ ആണ്, എല്ലാവരും ചർച്ചിൽ പോകണം. ദൈവം സഹായിക്കട്ടെ. ഇന്നലെ പെരും മഴയും കാറ്റും, എല്ലാവരുടെയും വീടൊക്കെ പറന്നു. ഞങ്ങളുടെ കുഴപ്പമില്ല, ദൈവം സഹായിച്ചു. അയ്യോ.